കാണികളുടെ ഹൃദയം കുതിരകളോടൊപ്പം മിടിച്ച നിമിഷങ്ങളായിരുന്നു നാദൽ ഷേബയിലെ മൈതാനത്തിൽ നടന്ന കുതിരകളുടെ മിന്നുന്ന പ്രകടനം. കുതിരക്കുളമ്പുകൾ തീപ്പൊരി പറത്തി കുതിച്ചത് ലോകത്തിലെ ഏറ്റവും വലിയ സമ്മാനത്തുകയുള്ള ദുബായ് വേൾഡ് കപ്പിന് വേണ്ടിയായിരുന്നു. $10 ലക്ഷം സമ്മാനത്തുകയുള്ള മത്സരത്തിൽ ലോകത്തിലെ ഏറ്റവും കരുത്തരായ കുതിരകളും വീരന്മാരായ ജോക്കികളുമാണ് അണിനിരന്നത്. ആവേശ പോരാട്ടത്തിൽ കുതിരക്കുളമ്പുകൾ മാറ്റുരച്ചപ്പോൾ UAE വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ സ്വന്തം കുതിരയായ ആഫ്രിക്കൻ സ്റ്റോറി കിരീടം സ്വന്തമാക്കി. ഷെയ്ഖ് മുഹമ്മദിന്റെ സാന്നിധ്യത്തിൽ ബ്രസീൽ ജോക്കി സിൽവസ്റ്റർ ഡിസൂസ നയിച്ച ആഫ്രിക്കൻ സ്റ്റോറി റെക്കോർഡ് സമയത്തിലാണ് കുതിപ്പ് പൂർത്തിയാക്കിയത്. തുടക്കത്തിൽ പിന്നിലായിരുന്ന സയ്യിദ് ബിൻ സുറൂർ പരിശീലിപ്പിച്ച ആഫ്രിക്കൻ സ്റ്റോറി പിന്നീട് കുതിച്ചു മുന്നേറുകയായിരുന്നു. ജോക്കിക്കൊപ്പം ഷെയ്ഖ് മുഹമ്മദും 19ാമത് ദുബായ് വേൾഡ് കപ്പ് ഏറ്റുവാങ്ങാൻ വേദിയിലെത്തി. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 70,000-ലേറെ വരുന്ന കുതിരയോട്ട പ്രേമികൾ മൈതാനിയിൽ മത്സരം കാണുവാനെത്തിയിരുന്നു. കഴിഞ്ഞ വേൾഡ് കപ്പിൽ അമേരിക്കയുടെ ആനിമൽ കിങ്ഡമായിരുന്നു ജേതാവായത്. കുതിരപ്രേമിയും മികച്ച കുതിരയോട്ടക്കാരനുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം 1996-ലായിരുന്നു വേൾഡ് കപ്പ് ആരംഭിച്ചത്. ഹാരിസ് അരിക്കുളം, മീഡിയ 1, ദുബായ്.